ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ, അതായത് 1970 മുതലുള്ള കാലത്ത് ലോകമെമ്പാടുമുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞരും ചിന്തകരും പ്രവചിച്ചിരുന്നത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ചയോടെ ജനങ്ങളുടെ ദൈവവിശ്വാസവും മതവിശ്വാസവും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്നാണ്. ലോകം പൂർണ്ണമായും നിരീശ്വരവാദത്തിലേക്ക് അല്ലെങ്കിൽ ഭൗതികവാദത്തിലേക്ക് ഒക്കെ വഴിമാറുമെന്നായിരുന്നു അവരുടെ പ്രവചനം. എന്നാൽ 1980കളുടെ തുടക്കത്തിൽ തന്നെ നിരീശ്വരവാദത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച ഒരു മലയാളി ഉണ്ടായിരുന്നു, പ്രൊഫസർ ഏഴംകുളം സാംകുട്ടി. അദ്ദേഹത്തിൻ്റെ യുക്തിവാദം ശനിദിശയിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ടൈറ്റിലാണ് ഈ വീഡിയോയുടെ തലക്കെട്ടായി ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ലോകമെങ്ങും നിരീശ്വരവാദം വലിയ തകർച്ചയെ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുൻപ് ഡോക്ടർ ഏഴംകുളം സാംകുട്ടിയെക്കുറിച്ച് ചില വാക്കുകൾ പറയേണ്ടതുണ്ട്. നല്ലൊരു മാധ്യമ പ്രവർത്തകൻ, എഴുത്തുകാരൻ, നോവലിസ്റ്റ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിരുന്നു ഡോക്ടർ ഏഴംകുളം സാംകുട്ടി. മാത്രവുമല്ല, അദ്ദേഹം നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി അമേരിക്കയിലെ ലൂസിയാനയിൽ പാർത്തിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഡോക്ടർ ഏഴംകുളം സാംകുട്ടിയുമായി 3 പതിറ്റാണ്ടിലധികം നീണ്ട വ്യക്തിപരമായ അടുപ്പവും സ്നേഹബന്ധവും ഉണ്ടായിരുന്നു എനിക്ക്. പാളം തെറ്റിയ തീവണ്ടി എന്ന ചരിത്ര നോവലിലൂടെ മലങ്കരയിലെ പെന്തക്കോസ്ത് മുന്നേറ്റത്തിൻ്റെ കഥ പറഞ്ഞ് മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ അനുഗ്രഹീതനായ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ലൂസിയാന സദേൺ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായി സേവനം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആദരവോടെ ഓർത്തുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. സോഷ്യോളജി വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാവുന്ന ലോകപ്രശസ്ത സോഷ്യോളജിസ്റ്റായ പീറ്റർ ബർഗർ 1968 ഒരു പ്രവചനം നടത്തി. 21ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ലോകമെങ്ങും ദൈവവിശ്വാസികൾ ചെറിയൊരു വിഭാഗമായി ചുരുങ്ങുമെന്നും അവർ മതേതര സംസ്കാരത്തെ ഭയന്ന് ഒളിച്ച് ജീവിക്കേണ്ടി വരുമെന്നുമായിരുന്നു ആ പ്രവചനം. എന്നാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ന് നാം കാണുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രവചനങ്ങളെ പൂർണ്ണമായും അപ്രസക്തമാക്കുന്ന കണക്കുകളാണ് പുറത്തോട്ട് വരുന്നത്. ലോകം കൂടുതൽ ആത്മീയതയിലേക്ക് തിരിയുന്നു. നിരീശ്വരവാദം ആഗോളതലത്തിൽ വലിയ തകർച്ച നേരിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് സോഷ്യോളജിസ്റ്റുകൾ പ്രവചിച്ചു, ശാസ്ത്രം വളരുമ്പോൾ ദൈവം ഇല്ലാതെയാകും, മതം മനുഷ്യൻ്റെ അന്ധവിശ്വാസമാണ്. പക്ഷേ ഇന്ന് ശാസ്ത്രം അതിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ പണ്ടത്തേക്കാൾ കൂടുതൽ ദാഹിക്കുന്നത് അവൻ്റെ ഉറവിടമായ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോൾഡൻ കോൺവെൽറ്റ് സെമിനാരിയിലെ സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഗ്ലോബൽ ക്രിസ്ത്യാനിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിരീശ്വരവാദികളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മീയ പ്രസ്ഥാനങ്ങൾ അഭൂതപൂർവമായ വളർച്ച പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ നിരീശ്വരവാദം താഴേക്ക് പോകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ നമ്മെ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുവിടുന്നു. ലോകത്ത് നിരീശ്വരവാദികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ദൈവമില്ലെന്ന് വാദിച്ചിരുന്നവർ ഓരോരുത്തരായി മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണ്. 1970 നിരീശ്വരവാദം അതിൻ്റെ കൊടുമുടിയിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ദൈവത്തെ പടിക്ക് പുറത്താക്കുവാനായിട്ട് മാക്സിമം ശ്രമിച്ചു. അവർ പള്ളികൾ അടച്ചുപൂട്ടി, വിശ്വാസികളെ നിരന്തരം വേട്ടയാടി. എന്നാൽ ഇന്ന് നമ്മളൊന്ന് നോക്കിക്കേ, റഷ്യയിൽ പള്ളികൾ വീണ്ടും നിറഞ്ഞു കവിയുകയാണ്. ചൈനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. നിരീശ്വരവാദം വറ്റിപ്പോയൊരു കിണർ പോലെയായി മാറിയിരിക്കുന്നു. അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കുന്നില്ല. ഗോൾഡൻ കോൺവെൽറ്റ് സെമിനാരിയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം ജനസംഖ്യാ വളർച്ചയേക്കാൾ വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ച് 2050 ആകുമ്പോഴേക്കും ലോകത്ത് 300 കോടിയിലധികം ആളുകൾ ക്രിസ്തീയ വിശ്വാസികളായി ഉണ്ടായിരിക്കുമെന്നാണ്. ഇത് വെറുമൊരു കണക്കല്ല കേട്ടോ, മാറി വരുന്ന ആധുനിക ലോകത്തിൻ്റെ ഒരു നേർചിത്രം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ്.
ഈ ആഗോളതലത്തിലുള്ള മതപരമായ മാറ്റങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. ക്രിസ്തീയ വിശ്വാസം ഇന്ന് യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമുള്ള അതിൻ്റെ പരമ്പരാഗതമായ അതിരുകളെല്ലാം കടന്ന് ആഗോളതലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു മതത്തിൻ്റെ വളർച്ച ലോക ജനസംഖ്യാ വളർച്ചയേക്കാൾ വേഗത്തിലാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2020 മുതൽ 25 വരെയുള്ള കാലയളവിൽ ലോക ജനസംഖ്യയുടെ വാർഷിക വളർച്ചാ നിരക്ക് 0.88%. എന്നാൽ ഇതേ കാലയളവിൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിലുള്ള വളർച്ച 1.08%. കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ 1970കളിൽ ഉച്ചസ്ഥായിയിലെത്തിയ നിരീശ്വരവാദം പിന്നീട് വലിയ തോതിൽ ഇടിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 1970 ലോകത്ത് 16.5 കോടി നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. എന്നാൽ 2024 കണക്കുകൾ നോക്കുമ്പോൾ അത് 14.6 കോടിയായി കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതേ കാലയളവിൽ ലോക ജനസംഖ്യ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. നിരീശ്വരവാദികളുടെ എണ്ണം അതിനനുസരിച്ച് വളർന്നില്ല, വർദ്ധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. 2075 ആകുമ്പോഴേക്ക് നിരീശ്വരവാദികളുടെ എണ്ണം 8.3 കോടിയായി താഴുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിരീശ്വരവാദം ആഗോളതലത്തിൽ തിരിച്ചടി നേരിടുവാൻ പ്രധാനമായി പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. ഒന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ വലിയ തകർച്ചയാണ്. 2, സുവിശേഷം കേൾക്കാനുള്ള സാധ്യതകൾ മനുഷ്യൻ്റെ മുൻപിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. 3, ക്രിസ്ത്യാനിറ്റിയുടെ ഗ്ലോബൽ സൗത്തിലേക്കുള്ള മുന്നേറ്റമാണ്. ഒന്നുകൂടെ വിശദമായി ഞാൻ പറയാം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ വലിയ രീതിയിലുള്ള മതപരമായ തിരിച്ചുവരവുണ്ടായിട്ടുണ്ട്. 1970 റഷ്യയിലെ ക്രിസ്ത്യാനികളിൽ വെറും 38% മാത്രമായിരുന്നു ക്രിസ്ത്യാനികളായി കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ 2010 ആയപ്പോഴേക്കും ഇത് 71% ഉയർന്നു. സമാനമായ ഒരു പ്രക്രിയ ചൈനയിലും നടക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മതമില്ലാത്തവർ താമസിക്കുന്ന ചൈനയിലാണെങ്കിലും അവിടെ ക്രിസ്തീയ വിശ്വാസം അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചൈനയിലെ സ്വതന്ത്ര സഭകളും രഹസ്യ സഭകളും വീട്ടുസഭകളും ഒക്കെ ലക്ഷക്കണക്കിന് അംഗങ്ങളെയാണ് അവരുടെ സഭയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. 1900 അതായത് 125 വർഷം മുമ്പ് ലോകത്തിൻ്റെ പകുതിയിലധികം ആളുകൾക്കും സുവിശേഷം കേൾക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ 2025 സുവിശേഷം എത്തിപ്പെടാത്ത ജനവിഭാഗങ്ങളുടെ എണ്ണം 27% കുറഞ്ഞിരിക്കുന്നു. അപ്പോഴും ആധുനിക സൗകര്യങ്ങൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടെ ഇത് വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ലോകമെങ്ങും മിഷണറിമാരുടെ എണ്ണം അഭൂതപൂർവമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മിഷണറിയായി പോകുന്നവരുടെ എണ്ണമല്ല, ഓരോ പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും 10,000-കണക്കിന് ആളുകൾ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇനി ഗ്ലോബൽ സൗത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഇന്ന് ക്രിസ്തു മതത്തിൻ്റെ വളർച്ചയുടെ അടിത്തറ പാശ്ചാത്യ രാജ്യങ്ങളല്ല, മറിച്ച് ഗ്ലോബൽ സൗത്ത് എന്നറിയപ്പെടുന്ന ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക പ്രദേശങ്ങളാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ്, അതായത് 1900-കളിൽ ലോകത്തിലെ 82% ക്രിസ്ത്യാനികളും യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമായിട്ടാണ് വസിച്ചിരുന്നത്. എന്നാൽ 2025 ആകുമ്പോൾ ലോകമെങ്ങുമുള്ള ക്രൈസ്തവരിൽ 69% ഈ ഗ്ലോബൽ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഫ്രിക്കയാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. 1900-ൽ ആഫ്രിക്കയിൽ വെറും 1 കോടിയിൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. ഇന്നത് 75 കോടി കവിഞ്ഞിരിക്കുന്നു. 2018-ൽ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്കയെ മറികടന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള കോണ്ടിനെൻ്റായി മാറി. ഏഷ്യയിലും ക്രിസ്തുമതം വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിൽ 1.88% വാർഷിക വളർച്ചയിലാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
സമീപകാലത്ത് വളരെ പ്രശസ്തരായ പല നിരീശ്വരവാദികളും ആ തത്വശാസ്ത്രത്തിൽ നിന്ന് മാറി ആത്മീയതയുടെ വഴികളിലേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. നിരീശ്വരവാദത്തിൻ്റെ മുഖമായി മാറിയിരുന്ന പ്രമുഖ പണ്ഡിതന്മാർ പലരും ഇന്ന് ക്രിസ്തുവിലേക്ക് മടങ്ങിയെത്തുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മതവിമർശകയായിരുന്നു അയാൻ ഫിർസി അലി. സൊമാലിയയിൽ ജനിച്ച അയാൻ കടുത്ത ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്. പിന്നീട് നിരീശ്വരവാദിയാവുകയും റിച്ചാർഡ് ഡോക്കിൻസ്, ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്നിവരോടൊപ്പം പുതിയ നിരീശ്വരവാദം, ന്യൂ എത്തിസം എന്ന പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതാവായി അവർ മാറി. എന്നാൽ 2023 നവംബറിൽ താൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു. അവരതിന് പറഞ്ഞ കാര്യം, നിരീശ്വരവാദം മനുഷ്യന് ജീവിതത്തിൻ്റെ അർത്ഥം നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആത്മാവിന് ശാന്തി നൽകാൻ ക്രിസ്തുവിനും മാത്രമേ കഴിയൂ എന്നും അവർ വെളിപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു പ്രമുഖനായ വ്യക്തിയാണ് ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ്. ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസും ഒരു കാലത്ത് കടുത്ത നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ DNA-യിലെ ജനിതക രഹസ്യങ്ങൾ പഠിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ബുദ്ധിമാനായ ഒരു ഡിസൈനറുടെ കയ്യൊപ്പുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ഭാഷ എന്ന തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ശാസ്ത്രവും വിശ്വാസവും എങ്ങനെ പരസ്പര പൂരകങ്ങളാകുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതെ, മനുഷ്യൻ എത്ര വലിയ പണ്ഡിതനായാലും യുക്തി കൊണ്ട് അധികകാലം ദൈവത്തെ തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ളത് ഈ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആധുനിക മനുഷ്യൻ ഭൗതികമായ സുഖസൗകര്യങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ നിറച്ചെങ്കിലും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം മാനസിക സമ്മർദ്ദവും ഏകാന്തതയും വർദ്ധിപ്പിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ യുവജനങ്ങൾക്കിടയിൽ മാനസിക രോഗങ്ങളും ആത്മഹത്യ പ്രവണതയും വർദ്ധിച്ചു വരുന്നത് ഭൗതികവാദം പരാജയപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. യുവാക്കൾക്കിടയിൽ ഈ തിരിച്ചറിവ് വർദ്ധിക്കുന്നത് അവരെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുന്നു. പണം കൊണ്ടോ ഭൗതിക നേട്ടങ്ങൾ കൊണ്ടോ നേടുവാൻ സാധിക്കാത്ത വലിയൊരു സമാധാനത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കാണ് യുവജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 40 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഏഴംകുളം സാംകുട്ടി ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, കൃത്യമായും പറയാം, യുക്തിവാദം ശനിദിശയിലാണ്.